Good morning, students. Welcome to 7th Standard Social Science class. എല്ലാ കുട്ടികൾക്കും 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര ക്ലാസ്സിലേക്ക് സ്വാഗതം. Today we are going to learn first unit of the social science. First of all, I am just introduce our social science textbook. As you know, we have 3 parts of social science. In the first part, there are 4 lessons. They are Europe in transition, from trade to power, resistance and the first war of independence, India towards a new era. Today we are going to learn the first unit, Europe in transition. എല്ലാ കുട്ടികൾക്കും സാമൂഹ്യശാസ്ത്ര ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സാമൂഹ്യശാസ്ത്രം പഠിക്കാൻ തുടങ്ങുകയാണ്. ആദ്യം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പരിചയപ്പെടാം. പ്രധാനമായും ടെക്സ്റ്റ് ബുക്കിന് 3 പാർട്ടുകളാണുള്ളത്. ആദ്യ പാർട്ടിൽ 3 പാഠഭാഗങ്ങൾ, 4 പാഠഭാഗങ്ങൾ. ഒന്നാമത്തേത് യൂറോപ്പ് പരിവർത്തന പാതയിൽ, രണ്ടാമത്തേത് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്, 3 ചെറുത്തുനിൽപ്പുകളും 1ാം സ്വാതന്ത്ര്യ സമരവും, 4 ഇന്ത്യ പുതുയുഗത്തിലേക്ക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ യൂണിറ്റിലെ ഏതാനും ചില കാര്യങ്ങളാണ്. യൂണിറ്റിൻ്റെ പേര് യൂറോപ്പ് പരിവർത്തന പാതയിൽ, യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോണ്ടിനെൻസിനെ കുറിച്ചാണ് പഠിച്ചത്. There are 7 continents. They are Asia, Africa, North America, South America, Antarctica, യൂറോപ്പ്, ഓസ്ട്രേലിയ. അതിൽ ഒന്നാണ് യൂറോപ്പ്. ആ യൂറോപ്പിനെ കുറിച്ചാണ് നമ്മൾ 1ാം പാഠഭാഗത്തിൽ പഠിക്കുന്നത്. The name of first unit is Europe in transition. What do you mean by transition? Transition means change. So Europe in transition means change in Europe. The first unit deals the changes in Europe. In other words, we can say as Renaissance. The main content of the first unit is Renaissance. ഒന്നാമത്തെ പാഠത്തിൻ്റെ പേര് തന്നെ യൂറോപ്പ് പരിവർത്തന പാതയിൽ എന്നാണ്. പരിവർത്തനം എന്നാൽ മാറ്റം എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ആദ്യ പാഠഭാഗത്തിൻ്റെ പ്രധാന തീം എന്ന് പറയുന്നത് യൂറോപ്പിലെ മാറ്റമാണ്. മറ്റൊരർത്ഥത്തിൽ അതിനെ നവോത്ഥാനം എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പ്രധാന കണ്ടൻറ് എന്താണെന്ന് ചോദിച്ചാൽ അത് നവോത്ഥാനമാണ്, യൂറോപ്പിലുണ്ടായ നവോത്ഥാനമാണ്. ഇനി നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രം പരിശോധിക്കാം. മനോഹരമായ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈസ് ഇറ്റ് താജ്മഹൽ, കുത്തബ് മിനാർ, എനി അതർ ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് ഇൻ ഇന്ത്യ? ഇതെന്താണ്? താജ്മഹലാണോ, കുത്തബ് മിനാറാണോ, അതോ ചാർമിനാറാണോ, ഇന്ത്യയിലുള്ള ഏതെങ്കിലും സ്മാരകങ്ങളാണോ? ഏതായാലും ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വൺ. ആളുകളൊക്കെ വന്നിരിക്കുന്നതൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലൊക്കെയുള്ള സ്മാരകങ്ങളെ പോലെ ആളുകൾക്കൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാരകമാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി ഇതെന്താണ് എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോൾ നമുക്ക് അത് കിട്ടും. നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, വാട്ട് ഈസ് ഇറ്റ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി. ഇറ്റ് ഈസ് ഹഗിയ സോഫിയ. ഇത് ഹഗിയ സോഫിയയാണ്. താജ്മഹലോ കുത്തബ് മിനാർ, ഇറ്റ് ഈസ് നോട്ട് താജ്മഹൽ, നോട്ട് ചാർമിനാർ, നോട്ട് കുത്തബ് മിനാർ, ബട്ട് ഇറ്റ് ഈസ് ഹഗിയ സോഫിയ. ദെൻ വാട്ട് ഈസ് ഹഗിയ സോഫിയ? ഹഗിയ സോഫിയ, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മോണ്യുമെൻറ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്. ഹഗിയ സോഫിയ എന്ന് പറയുന്ന ഈ ഒരു മോണ്യുമെൻറ്റ്, ഇത് വേൾഡ് ഹിസ്റ്റോറിക് മോണ്യുമെൻ്റ് ആണ്. ഇറ്റ് വാസ് ബിൽറ്റ് ഇൻ ദി 16th century.
When it was built in 6th century AD. Now it is 21st century AD. It was built before 15th century back. Now it is preserved as a history museum in Turkey. It is a museum now. It is in Turkey. It is the epitome of the architectural splendor of Constantinople. It is one of the beautiful example of the architectural splendor of Constantinople. Constantinople is a city rich in historical monuments. What are the other importance of the Constantinople in the history of the world? We will discuss later. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് എന്താ നമുക്ക് വളരെ നന്നായി മനസ്സിലായി. താജ്മഹലോ കുത്തബ് മിനാറോ ഒന്നും അല്ല ഇത് ഹഗിയ സോഫിയയാണ്. ഹഗിയ സോഫിയ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ലോകത്തിലെ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണിത്. 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 6-ാം നൂറ്റാണ്ടിലാണിത് പണി കഴിപ്പിച്ചത്. ഇത് തുർക്കിയിൽ ഇന്നും ഒരു ചരിത്ര മ്യൂസിയമായി നിലനിൽക്കുന്നുണ്ട്. മനോഹരമായ നിർമ്മാണ വിദ്യയുടെ വാസ്തുവിദ്യയുടെ ഒരു ഉത്തമ മാതൃകയാണിത്. ഇതുപോലുള്ള ധാരാളം ശേഷിപ്പുകൾ കോൺസ്റ്റാന്റിനോപ്പിളിലുണ്ട്. ഈ കോൺസ്റ്റാന്റിനോപ്പിളിന് ലോക ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. ഈ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ആദ്യത്തെ ക്ലാസ് എന്ന രീതിയിൽ ഫസ്റ്റ് യൂണിറ്റിൻ്റെ ഫസ്റ്റ് പേജിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പേജിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്, ഒരു മാപ്പ്. എന്തൊക്കെയാണ് ഈ മാപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? യൂറോപ്പ്, ഏഷ്യ, ഇത് രണ്ടും നമുക്ക് പരിചയമുള്ള പദങ്ങളാണ്. യൂറോപ്പ് ഒരു വൻകരയാണ്, ഇന്നലെ നമ്മൾ പഠിച്ചതാണ്. ഏഷ്യ മറ്റൊരു വൻകരയാണ്. മെഡിറ്ററേനിയൻ കടൽ, കരിങ്കടൽ ഒക്കെ ഈ മാപ്പിൽ കാണുന്നുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിളും കൊടുത്തിട്ടുണ്ട്. ഈ മാപ്പ് നോക്കുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. മാപ്പ് എല്ലാവർക്കും മനസ്സിലായും വിചാരിക്കുന്നു. യൂറോപ്പ് കാണുന്നുണ്ട്, ഏഷ്യ കാണുന്നുണ്ട്, കരിങ്കടൽ, മെഡിറ്ററേനിയൻ കടൽ. Come to the next page. There is a map. Map reading is one of the important activity of social science. What are the things we can gather from this map? A lot of things. Two names are there, Europe and Asia, which is familiar to us. These are two continents. Last class we discussed Europe, Asia, then Black Sea, then the Mediterranean Sea, then Constantinople. Locate Constantinople in this map. It is very easy. The black dot implies Constantinople. Then some words about Constantinople. Constantinople, the presently known as Istanbul, was the earlier capital of the Eastern Roman Empire. Has a unique place in the history of the world. And there is a question, what were the features of Constantinople? Here are 3 features of Constantinople. Center of knowledge. Constantinople was the center of knowledge. Then abode of scholars and treasure trove of scholarly texts. Abode of scholars means center of scholars. Treasure trove of scholarly texts, center of a lot of textbooks. Then also it was a gateway from Asia to Europe. It is a gate, entrance. മാപ്പും ഈ ഒരു കുറിപ്പും കാണുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഒരു കാലത്ത് ഈ കാണുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ. ഇപ്പോൾ ഇതിൻ്റെ പേര് ഇസ്താംബുൾ എന്നാണ്. ഇപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഇപ്പോഴത്തെ പേര് ഇസ്താംബുളാണ്. ഇസ്താംബുളിൻ്റെ പഴയ പേരാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഈ കോൺസ്റ്റാന്റിനോപ്പിളിന് ലോക ചരിത്രത്തിൽ തന്നെ വലിയ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. ഇനി ഇവിടെ എന്തെല്ലാമാണ് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സവിശേഷതകൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് അറിവിൻ്റെ കേന്ദ്രമായിരുന്നു, വിജ്ഞാനത്തിൻ്റെ
കേന്ദ്രമായിരുന്നു. മാത്രമല്ല അവിടെ ധാരാളം പണ്ഡിതന്മാരും ധാരാളം വിലമതിക്കാൻ കഴിയാത്ത അമൂല്യമായ ഗ്രന്ഥങ്ങളും ഉണ്ടായിരുന്നു. കൂടാതെ ഏഷ്യയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഉള്ള പ്രധാനപ്പെട്ട ഒരു പ്രവേശന കവാടവുമായിരുന്നു ഈ ഒരു കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ ഈ ഒരു ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്നാണ്. അത് നമുക്ക് വളരെ ഈസിയായി ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ ഒരു കോൺസ്റ്റാന്റിനോപ്പിളിൽ എന്തൊക്കെയാണ് ലോക ചരിത്രത്തിൻ്റെ ഭാഗമായി നടന്നതിൽ ചില സംഭവങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നു. 1453 തുർക്കികൾ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. അതോടെയാണ് കിഴക്കൻ റോമ സാമ്രാജ്യം തകരുന്നത്. കിഴക്കൻ റോമ സാമ്രാജ്യം തകർന്നതോടെ അവിടെ ഉണ്ടായിരുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ പണ്ഡിതന്മാർ, കലാകാരന്മാർ, സാഹിത്യകാരന്മാർ ഇവരൊക്കെ പല പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. ഇവർ നല്ലൊരു വിഭാഗം ആളുകളും പോയത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്കാണ്. എന്തുകൊണ്ടാണ് ഇവർ ഇറ്റലിയിലേക്ക് പോകാനുള്ള കാരണം? അതാണ് ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. വെൻ ദ തുർക്സ് conquered Constantinople in 1453, it resulted in the fall of centuries-old Eastern Roman Empire. When the Turks conquered Constantinople, what happened? Roman Empire was collapsed. Consequently, the scholars, artists and writers from Constantinople fled from Constantinople to nearby areas in great numbers, or many of these scholars, writers and artists migrated or fled to Italy. Then there is a question, why did they migrated to Italy? Let us discuss. Why did these artists, writers, scholars migrated to Italy, or what are the features of Italy? What were the features of Italy? Here are the features of Italy. 3 features are there. One is, Italy was a country that upheld the rich Greco-Roman tradition. Then second, the rich Italian traders were the patrons of art, literature and culture. The Italian traders were the lovers of art, literature and culture. Then the traders also were keen to preserve the historical and cultural heritage. The Italian traders were the lovers of the art and culture, and they are ready to preserve the historical and cultural heritages. Hence, the Italian cities furthered thinking and encouraged the spirit of learning among the immigrant scholars. By the end of 13th century, the Renaissance, which began in Italy, flourished and spread to other nations. എന്തുകൊണ്ടായിരിക്കാം 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയപ്പോൾ അവിടെയുള്ള സാഹിത്യകാരന്മാരും കലാകാരന്മാരുമൊക്കെ ഇറ്റലിയിലേക്ക് പലായനം ചെയ്തത്? അതിന് ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റലിയുടെ പ്രത്യേകതകൾ പഴയകാല ഗ്രീക്ക് റോമൻ സംസ്കാരത്തിൻ്റെ പൈതൃകം, അതിൻ്റെ പാരമ്പര്യം ഉള്ള രാജ്യമായിരുന്നു ഇറ്റലി. മറ്റൊന്ന്, ഇറ്റലിയിലെ ആ കാലത്തെ സമ്പന്നരായ കച്ചവടക്കാർ, വ്യാപാരികൾ കലാ, സാഹിത്യം, സംസ്കാരം ഇവയൊക്കെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിച്ചിരുന്നു. മറ്റൊന്ന്, ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ വ്യാപാരികൾ താല്പര്യം കാണിച്ചിരുന്നു. അപ്പോൾ ഇറ്റലിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാലുള്ള 3 ആൻസറുകൾ നമുക്ക് കിട്ടി. ഇത്തരം പ്രത്യേകതകളൊക്കെയുള്ള
ഇറ്റലിയിൽ എത്തിച്ചേർന്ന ഈ പണ്ഡിതന്മാർക്ക് അവർക്ക് കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനുള്ള അവസരങ്ങൾ അവിടെ നിന്ന് ലഭിക്കുകയും 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇറ്റലിയിൽ ഈ പാഠത്തിൻ്റെ പ്രധാന ടോപ്പിക്കായ നവോത്ഥാനം അല്ലെങ്കിൽ മാറ്റം കൂടുതൽ വേഗത്തിൽ ഉണ്ടാവുകയും അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. ഇത്രയുമാണ് ഇന്നത്തെ പാഠത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്? ഹഗിയ സോഫിയ പഠിച്ചു, ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ പഠിച്ചു, കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പ്രത്യേകതകൾ പഠിച്ചു, പിന്നെ നമ്മൾ ഇറ്റലിയുടെയും പ്രത്യേകത പഠിച്ചു. വി ആർ ഗോയിങ് ടു കൺക്ലൂഡ് അവർ ക്ലാസ്, ടുഡേയ്സ് ക്ലാസ്. വാട്ട് ആർ ദ തിങ്സ് ഡിസ്കസ്ഡ് ടുഡേ? ഫസ്റ്റ് വൺ, ഫീച്ചേഴ്സ് ഓഫ് importance of Hagia Sophia, then features of Constantinople, then the features of Italy, ഇറ്റലിയുടെ പ്രത്യേകതകൾ. 2 അസൈൻമെൻറ്റ് വർക്കുകൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള 2 ക്വസ്റ്റ്യൻസാണ്. ക്വസ്റ്റ്യൻസ് ഇവിടെ കാണാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ? വാട്ട് വേർ ദ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ? കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? രണ്ടാമത്തത്, വൈ ഡിഡ് ദ ആർട്ടിസ്റ്റ്, റൈറ്റേഴ്സ് ആൻഡ് സ്കോളേഴ്സ് ഫ്രം കോൺസ്റ്റാന്റിനോപ്പിൾ മൈഗ്രേറ്റഡ് ടു ഇറ്റലി? ഇൻ അതർ വേർഡ്സ്, വാട്ട് വേർ ദ ഫീച്ചേഴ്സ് ഓഫ് ഇറ്റലി? എന്തുകൊണ്ടാണ് കോൺസ്റ്റാന്റിനോപ്പിളിലുള്ള കലാകാരന്മാരും സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരുമൊക്കെ ഇറ്റലിയിലേക്ക് പലായനം ചെയ്തത്? ആ ചോദ്യം തന്നെ വേറൊരർത്ഥത്തിൽ നമുക്ക് പറയാം, ഇറ്റലിയുടെ പ്രത്യേകതകൾ എന്തെല്ലാം? ഈ ചോദ്യങ്ങളുടെയൊക്കെ ആൻസറുകൾ എഴുതി എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറിലേക്ക് എനിക്ക് സെൻഡ് ചെയ്യാം. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം. പാഠഭാഗങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.